രജനീകാന്ത് ചിത്രങ്ങൾ എന്നും ആരാധകർക്ക് ആവേശമാണ്. വേറെ ഒരു ഇന്ത്യൻ സൂപ്പർ താര ചിത്രത്തിനു വേണ്ടിയും ആരാധകർ ഇത്രമേൽ അക്ഷമരായി കാത്തിരുന്നിട്ടുണ്ടാവില്ല. 50 വർഷം നീണ്ട സിനിമാ ജീവിതത്തിൽ രജനീകാന്ത് നേടിയ പ്രധാന സമ്പത്ത് ചങ്ക് പറിച്ചു കൊടുക്കുന്ന ഈ ആരാധകരാണ്. അവരെ നിരാശപ്പെടുത്താതെ എത്തിയിരിക്കുകയാണ് ലോകേഷ് കനകരാജ് സംവിധാനം ചെയ്ത കൂലി. അടിമുടി രജനീയിസമാണ് കൂലിയുടെ ഹൈലൈറ്റ്. രജനീകാന്ത് എന്ന നടനില്ലാതെ, ആ സാന്നിധ്യമില്ലാതെ ഒരു ഫ്രെയിമും കൂലിയിലില്ല. കരിയറിൽ 50 വർഷം പിന്നിടുന്ന രജനീകാന്ത് എന്ന താരത്തിനും വ്യക്തിപ്രഭാവത്തിനും ലോകേഷ് കനകരാജ് എന്ന സംവിധായകൻ അറിഞ്ഞൊരുക്കിയ സമ്മാനമാണ് കൂലി. പ്രീതി എന്ന യുവതിയുടെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി വരുന്നതും അവരുടെ ജീവിതത്തിലേക്ക് പിതാവിന്റെ സുഹൃത്തായ ദേവ എന്നയാൾ കടന്നു വരുന്നതുമാണ് ചിത്രത്തിന്റെ കഥാതന്തു. പൊടുന്നനെ കഥയിലേക്ക് കയറാതെ ഓരോ കഥാപാത്രത്തിന്റെയും പശ്ചാത്തലം കൃത്യമായി അടുക്കും ചിട്ടയോടെയും ഘട്ടം ഘട്ടമായും പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്ന ശൈലിയാണ് കൂലിയിൽ ലോകേഷ് കനകരാജ് അവലംബിച്ചിരിക്കുന്നത്. നായകനായ ദേവയെ അവതരിപ്പിച്ചിരിക്കുന്നതും ഇങ്ങനെ തന്നെ. പ്രേക്ഷകർ കാണാൻ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള രജനീകാന്ത് തന്നെയാണ് കൂലിയിലെ ദേവ. സിനിമയുടെ തുടക്കം മുതൽ പടിപടിയായി വികസിക്കുന്ന കഥാപാത്ര സൃഷ്ടിയാണിത്. ദേവ ആരാണെന്ന് പ്രേക്ഷകർ മനസ്സിലാക്കുന്നിടത്താണ് സിനിമയുടെ മർമ്മം ഇരിക്കുന്നത്. തന്റെ തനതായ അഭിനയ സംഭാഷണ ശൈലി കൊണ്ട് പ്രേക്ഷകരുടെ കയ്യടി നേടുന്നുണ്ട് അദ്ദേഹം. മാസ്, സ്റ്റൈലിഷ് എന്നതിനപ്പുറം വൈകാരികമായ ഒരു തലം കൂടി ദേവ എന്ന കഥാപാത്രത്തിന് ലോകേഷ് നൽകിയിട്ടുണ്ട്. കബാലിക്ക് ശേഷം രജനീകാന്തിനെ ഇത്രമേൽ ഇമോഷണലായി അവതരിപ്പിച്ച മറ്റൊരു ചിത്രമില്ല എന്നും പറയാം. ഓരോ രംഗത്തും ലോകേഷ് കനകരാജ് എന്ന സംവിധായകന്റെ കയ്യൊപ്പ് പതിഞ്ഞിരിക്കുന്നതായി കാണാൻ സാധിക്കും. അതിന് ഉദാഹരണമായി ചൂണ്ടിക്കാട്ടാനാവുന്നത് ചിത്രത്തിലെ താരനിരയാണ്. രജനീകാന്ത് എന്ന സൂപ്പർ താരത്തിനൊപ്പം നാഗാർജുന, സൗബിൻ ഷാഹിർ, ഉപേന്ദ്ര, ആമിർ ഖാൻ എന്നിവർക്ക് കൃത്യമായ സ്പേസ് നൽകുക എന്നത് ശ്രമകരമായ ദൗത്യമാണ്. ആ ദൗത്യം ലോകേഷ് ഏറ്റെടുത്ത് വിജയിച്ചിരിക്കുന്നു. സൗബിൻ ഷാഹിർ ചെയ്ത ദയാൽ എന്ന കഥാപാത്രത്തെ സമീപകാലത്ത് ഒരു മലയാളി നടന് ലഭിക്കാവുന്ന ഏറ്റവും മികച്ച വേഷം എന്ന് വിശേഷിപ്പിക്കാം. രജനീകാന്തിനൊപ്പമോ അതിന് മുകളിലോ നിൽക്കുന്ന കഥാപാത്രത്തെ സൗബിൻ ഗംഭീരമാക്കിയിട്ടുണ്ട്. അപ്രവചനീയമായ സ്വഭാവമുള്ള കുറുക്കന്റെ ബുദ്ധികൂർമ്മതയുള്ള ദയാൽ സൗബിനിൽ ഭദ്രമായിരുന്നു. മോണിക്ക എന്ന ഗാനത്തിലും സൗബിന്റെ ആധിപത്യമുണ്ട്. ഒരു തെലുങ്ക് സൂപ്പർ താരം ഒരിക്കലും ചെയ്യാൻ താല്പര്യപ്പെടാത്ത തരം വില്ലൻ വേഷം ചെയ്തതിൽ നാഗാർജുനയ്ക്കും കയ്യടി കൊടുക്കാം. ചില രംഗങ്ങളിൽ സൈമൺ എന്ന കഥാപാത്രത്തിന്റെ സ്ക്രീൻ പ്രസൻസ് അതിഗംഭീരമായിരുന്നു. കലീഷയായെത്തിയ ഉപേന്ദ്രയ്ക്കും മാസിന് ഏതൊരു കുറവും ലോകേഷ് വരുത്തിയിട്ടില്ല. ദാഹയായെത്തിയ ആമിർ ഖാനും മാസിൽ ഒട്ടും മോശമാക്കിയില്ല. രജനിയും ആമിറും തമ്മിലുള്ള രംഗങ്ങൾ കയ്യടി ഉയർത്തുന്നതാണ്. നിർണായക ഘട്ടങ്ങളിലെല്ലാം കയ്യടി വീഴാൻ കാരണക്കാരനായ മറ്റൊരാൾ സംഗീത സംവിധായകനായ അനിരുദ്ധാണ്. അടിമുടി രജനീസ് നിറഞ്ഞ ഒരു ചിത്രം കാണാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ കൂലിക്ക് ഉറപ്പായും ടിക്കറ്റ് എടുക്കാം. എന്റർടൈൻമെന്റ് ഡെസ്ക്, മൂവി മാക്സ്.